ഇത് നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം, വെണ്ടയ്ക്ക എല്ലാം എഴുകിയിരിക്കും. അപ്പോൾ അല്പം എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഇടുന്നു. അതുപോലെ തന്നെ 2 മുളക് ഇങ്ങനെ കീറിയത് അതിന് ആവശ്യമായ ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, തരി കുരുമുളക്, കറിവേപ്പില മിക്സ് ചെയ്യുന്നു. വെണ്ടയ്ക്ക കറി വെക്കുമ്പോൾ ഇങ്ങനെ ഇഴുകിയിരിക്കുക. അത് മാറാൻ 1/2 ടീസ്പൂണാണ് അല്പം ഇങ്ങനെ വിനാഗിരിയാക്കുക. അപ്പം അതിനെ കട്ടിയിരിക്കുക. ഇപ്പോൾ വെണ്ടയ്ക്ക ഏകദേശം ഒരു വിനാഗിരി ഒഴിച്ചുകൊണ്ട് അതിന് വലിയ കൊഴുപ്പില്ല, കണ്ടോ. അപ്പോൾ വെണ്ടയ്ക്കക്കറി വെക്കുമ്പോൾ എപ്പോഴും കുറച്ചൊരു വിനാഗിരി, ഒത്തിരി ഒഴിച്ച പുളി വരുവേ. എന്നിട്ട് പിന്നെ ഇനി നമ്മൾ സവാള ഇടാം. അപ്പോൾ സവാളയുടെ നിറം ഇച്ചിരി വരാൻ വേണ്ടി തുള്ളി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർക്കണം. സവാള വേഗം മാറില്ല, അതുകൊണ്ട് താമസിച്ചിട്ട്. ഈ സവാള ആദ്യമേ ഇട്ടാൽ വെണ്ടയ്ക്ക ഇങ്ങനെ കുഴഞ്ഞിരിക്കും, മാടി വരും. വെണ്ടയ്ക്ക ഏകദേശമായി. നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യും. വെണ്ടയ്ക്കായിട്ടൊരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ സവാള ഇടാം കേട്ടോ. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായി. ഇത്തിരി വിനാഗിരി ഒഴിച്ചത് കൊണ്ട് അത് വെണ്ടയ്ക്ക ഇങ്ങനെ കുഴകുഴാന്ന്, നാടൻ ഭാഷയിൽ കുഴകുഴാന്നായിട്ടില്ല. വെണ്ടയ്ക്ക നല്ല ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ വഴുവഴുപ്പൊന്നും ഇല്ലാതിരിക്കുന്നു കേട്ടോ. അപ്പം വെണ്ടയ്ക്ക കറി വെക്കുമ്പോൾ ഒരു അല്പം വിനാഗിരി ഒഴിക്കാൻ ആരും മറക്കരുത്, ചാറ് വെച്ചാലും തോരൻ വെച്ചാലും. അപ്പം നമ്മുടെ ഇന്നത്തെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.